ബ്രസീൽ ദേശീയ ടീമിന്റെ മുൻ പരിശീലകനും ബ്രസീൽ ക്ലബ്ബായ ഫ്ലമംഗോയുടെ നിലവിലെ മുഖ്യ പരിശീലകനുമായ ടിറ്റയെ ദയാസ്വാസ്ഥ്യം മൂലം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലാപാസിൽ ബൊളീവറിനെതിരെ കോപ്പ ലിബർട്ടഡോറസിൽ രണ്ടാം പാദ മത്സരം കഴിഞ്ഞ് വാർത്താസമ്മേളനത്തിനിടയ്ക്കാണ് ടിറ്റയ്ക്ക് നെഞ്ചുവേദന അനുഭവപ്പെട്ടത്. ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. തുടർന്ന് ബ്രസീലിലെ റിയോ ഡി ജനീറോയിലെ ആശുപത്രിയിലേക്ക് മാറ്റി. സർജറി നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും ആവശ്യമായി വന്നില്ലെന്നും ആരോഗ്യം വീണ്ടെടുത്തു വരികയാണെന്നും ലാറ്റിൻ അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മത്സരത്തിൽ ഒരു ഗോളിന് ഫ്ലമംഗോ പരാജയപ്പെട്ടെങ്കിലും ആദ്യപാദത്തിൽ 2-0 ജയിച്ചതുകൊണ്ട് ക്വാർട്ടർ ഫൈനൽ ഉറപ്പാക്കിയിരുന്നു. ഈ ആഹ്ലാദാരങ്ങൾക്കിടെയാണ് മുഖ്യ പരിശീലകൻ അസുഖബാധിതനാവുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 3650 മീറ്റർ ഉയരമുള്ള ലാപാസിലെ മത്സരമാണ് ടിറ്റയുടെ ആരോഗ്യം കൂടുതൽ വഷളാക്കിയത്. മത്സരശേഷം ശ്വാസതടസ്സവും നെഞ്ചുവേദനയും അനുഭവപ്പെട്ടുവെന്നും ഇപ്പോൾ റിയോ ഡി ജനീറോയിലെ ആശുപത്രിയിലുള്ള ടിറ്റെ അസുഖം ഭേദപ്പെട്ടു വരുന്നുവെന്നും ഫ്ലമംഗോ ക്ലബ്ബ് അധികൃതർ അറിയിച്ചു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.